ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നൊരു അടിപ്പാവോട് തയ്ക്കുന്ന വീഡിയോ ആണ് ഇതിലിട്ടിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ കേട്ടോ. ഒരു അടിപ്പാവോട് തയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് 6 പാനലിൻ്റെ അടിപ്പാവടകളുണ്ട്. അതോടൊപ്പം തന്നെ 8 പാനലിൻ്റെ ഉണ്ട്, ചിലർ 4ൻ്റെ ഉണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് 4 പാനലിൻ്റെയാണ്. അപ്പം നമ്മൾ വണ്ണം എത്ര ഉണ്ട്, നമ്മുടെ ഇടുപ്പ് വണ്ണം എത്രയാണ് വേണ്ടത്, 40ൻ്റെയൊക്കെ തയ്ക്കുമ്പം അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 40 ഇഞ്ച് അരവണ്ണമുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ 38 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് നമ്മൾ 2 ഇഞ്ച് കൂടെ കൂട്ടി വേണം തയ്ക്കാൻ. അപ്പം 40 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യിച്ചു. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 10. അപ്പം 10 ഇഞ്ച് അരവണ്ണം, എന്നാൽ ഈ നമ്മുടെ അരയ്ക്ക് വരുന്ന ഈ ഭാഗത്ത് നിന്ന് കുറച്ച് തയ്ച്ച് കഴിഞ്ഞാണേ. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു പാനലിന് 10 ഇഞ്ചിൻ്റെ വീതി വേണം. അപ്പോൾ 4 പീസായിട്ടാണ് ഇത് വെട്ടുന്നത്, 4 പാനലാണ്. അതുകൊണ്ടാണ് 4ആയിട്ട്. അല്ല 6ൻ്റെ ആണെങ്കിൽ അരവണ്ണത്തിൻ്റെ കൂടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ നമ്മൾ പടിയായിട്ട് എടുക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് 4 ഇഞ്ച് വീതിക്കുള്ളൊരു പടി. 4.5 ഇഞ്ച് ഇവിടെ ഇതിനകത്തും തയ്ച്ച് ഇപ്പുറയും തയ്ച്ച് പോകുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ 2 ഇഞ്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, 2.5 ഇഞ്ചോളം. നമ്മൾ ഇവിടെ എടുക്കുന്നതെന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ തുണി എടുക്കുമ്പോൾ കാണിച്ചു തരാം വേറൊന്നത്തെ. അപ്പം തുണിയെ നമ്മൾ 2ആയിട്ട് മടക്കി ഇടുക, ഓക്കെ, അല്ലെങ്കിൽ 4ആയിട്ട് മടക്കി ഇടുക. ഇപ്പം ഞാൻ 2ആയിട്ട് മടക്കി, അപ്പം 2 തവണ വെട്ടണമെന്നേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ ഇറക്കം എത്രയാണ് നമുക്ക് വേണ്ടത്? ഇപ്പം 38 ഇഞ്ച് ഇറക്കം മതിയോ? അത്രയെങ്കിൽ നമ്മൾ 38 ഇഞ്ച് എൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 38ആണ്. 38ൻ്റെ കൂടെ ഈ 38 ഇഞ്ച് എടുത്തതിന് മാത്രം പോരല്ലോ, നമുക്ക് തയ്യൽ തുമ്പ് അടിയിൽ ഒരു ഭാഗം ഇത്രയും വീതിക്ക് ചെറുതായിട്ട് നമുക്ക് മടക്കി അടിക്കണം, ഇങ്ങനെ അല്ലേ. അതുകൂടാതെ മുകൾ ഭാഗത്ത് അരവണ്ണത്തിൻ്റെ അവിടെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് 1/2 ഇഞ്ചോളം അതും വേണം. അപ്പം നമുക്ക് വേണ്ടത് 1 ഇഞ്ചോളം നമ്മുടെ ഇറക്കത്തേക്കാൾ 1 ഇഞ്ചോളം നമ്മൾ കൂട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. 38 ഇഞ്ച് ഇറക്കമുള്ള അടിപ്പാവട തയ്ക്കാനായിട്ട് 1 ഇഞ്ച് കൂടെ കൂടി 39 അല്ലേ. 39 ഇഞ്ച് നീളത്തിലാണ് ഇറക്കത്തിലാണ് നമ്മളിത് വെട്ടേണ്ടത്. ഞാൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ 1/2 ഇഞ്ചോളം പോയല്ലോ. അല്ല, ചോക്കെല്ലാം പൊടിഞ്ഞു പോകുക. അപ്പോൾ 1/2 ഇഞ്ചോളം നമ്മൾ മേൽഭാഗത്ത് തയ്യൽ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം അവിടെ താഴെയൊക്കെ നമ്മൾ 1 ഇഞ്ച് കൂടെ അഡീഷണൽ ഉണ്ട്. നമ്മൾ 38 ഇവിടെ ഓൾറെഡി 1/2 ഉണ്ട്. അപ്പം നമ്മൾ ഇതോടെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ 38, 39 ഇഞ്ച് നമുക്ക് ഇറക്കത്തിൽ വേണം തുണി എടുക്കാനായിട്ട്. അതായത് നമ്മൾ എത്ര ഇറക്കം വേണോ കറക്റ്റായിട്ടുള്ള ഇറക്കത്തേക്കാൾ 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്താണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ 4 പാനലായിട്ടാണ് ഇതിരിക്കുന്നത്. ഇപ്പം 40 ഇഞ്ച് വീതിക്കാണല്ലോ വരുന്നത് അല്ലേ. ഇവിടെ 10 ഇഞ്ച് നമ്മൾ മേൽ വശത്ത് 10 ഇഞ്ച് എടുക്കുക. 10 ഇഞ്ച് എടുത്തു. താഴ് വശത്ത് നമ്മളപ്പം 20 ഇഞ്ച് എടുക്കണം. അതിൻ്റെ ഇരട്ടി എടുക്കണം അടിപ്പാവടയ്ക്ക്. ക്രോസ് പീസായിട്ടാണ് അടിപ്പാവട വെട്ടുന്നത്. അല്ല നമ്മളിങ്ങനെ നേരെ അങ്ങ് വെട്ടി അങ്ങ് പോവുമല്ലോ. അപ്പം താഴ് ഭാഗത്ത് നമ്മൾ 20 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആണ് അതും കൂടെ വെട്ടി കൂട്ടിയിട്ട് 39 വരുന്നതാണ്. 39 ഇഞ്ച് കൂടെ നമുക്കിതിന് പിന്നെ നമുക്ക് തയ്ക്കാനുള്ളത് പടി അടിക്കാനുള്ള തുണി ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സൈഡിൽ നമ്മൾ 10 എന്നുള്ളത് 20 ഇഞ്ച് തുണി മാർക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ 20 ഇഞ്ച് മാർക്ക് ചെയ്തു അല്ലേ. മാർക്ക് ചെയ്തിട്ട് നമ്മൾ വെട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ മാർക്കിങ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചരിഞ്ഞ് ഇവിടെ 10 എണ്ണൽ എടുത്താൽ 10 ഇവിടെ ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ വീതിക്ക് താഴോട്ട് വരുമ്പോൾ വീതിയിലാണ് വരുന്നത്. കാണാമോ? അങ്ങനെ വന്നതിന് ശേഷം ഇത് നമ്മൾ 10 ആണെടുത്ത്, അപ്പോൾ ഇതിൻ്റെ 2 പീസായി അല്ലെ. ഇനി 2 പീസ് കൂടെ വേണ്ടേ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഭാഗത്താണ് ഇനി 20 ഇഞ്ച് എടുക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് നമ്മൾ 20 ഇഞ്ച് വീതിക്ക് അതിൻ്റെ താഴ്ഭാഗം നമ്മൾ എടുത്തില്ലേ, അവിടെ നിന്ന് നമ്മൾ 10 കൊടുക്കും. അപ്പോൾ 4 പീസായി. അപ്പം
തയ്ക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭാഗത്തിൻ്റെ 10 ഇഞ്ചിൻ്റെ കൂടെ താഴ്ഭാഗത്തിൻ്റെ ഈ താഴ്ഭാഗത്ത് നമ്മൾ രണ്ടാമതൊരു പീസ് കിട്ടുമല്ലോ, ആ 10 ഇഞ്ചിൻ്റെ അളവുകളാണ് ഈ സൈഡിൽ മുഴുവൻ ചേർക്കുന്നത്. അപ്പോൾ ഈ പീസ് നമ്മൾ 20 അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, ആ 20 എടുത്ത് നമ്മൾ താഴ്ഭാഗത്തേക്ക് ഇട്ടിട്ട് താഴെ 10 ആണല്ലോ എടുത്തിരുന്നത്, താഴെ എടുത്ത് ഇത് ഇവിടെ ഇടും. അങ്ങനെ ആണ്. അപ്പോൾ ഇവിടെ ക്രോസ് ആകുമ്പോൾ ഈ ലെവലായിട്ടൊരു ഭാഗം വരും. ആ ലെവലായിട്ടുള്ള ഭാഗമാണ് ക്രോസും ലെവലും കൂടെ ഒന്നിച്ച് ചേർത്താണ് തയ്ക്കേണ്ടത്. അങ്ങനെയാണ് അടിപ്പാവട തയ്ക്കുന്നത്. ഓക്കെ, ഈ അടിപ്പാവട കണ്ടോ, ഇവിടെ 10ഉം അപ്പോൾ ഈ ഭാഗവും ഇപ്പോൾ 10ആണ് എടുക്കുന്നത്. ഇത് രണ്ടും ഒരേപോലെ വരണം. ഇത് രണ്ട് ഒരു ക്രോസും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസും കൂടാണ് ഇവിടെ ചേർക്കുന്നത്. അങ്ങനെയാണ് അടിപ്പാവട തയ്ക്കുന്നത്. അടിപ്പാവട തയ്ക്കാനായിട്ട് നമ്മളൊരു ക്രോസ് ആയിട്ടുള്ളൊരു കട്ട് ചെയ്ത ഭാഗവും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത ഭാഗവും ഒന്നിച്ച് വെച്ചാണ് തയ്ക്കുന്നത്. വലിച്ചു പിടിച്ചും തയ്ക്കല്ലേ. തയ്ക്കുമ്പോൾ 2 സ്റ്റിച്ചെങ്കിലും കുറഞ്ഞത് കൊടുക്കണേ. തയ്ച്ചതിന് ശേഷം ഒന്നുകൂടെ ഇങ്ങനെ തയ്ച്ച് കേട്ടോ. അത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് ഈ സൈഡിലൊക്കെ കുറച്ച് ഇറക്ക വ്യത്യാസമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. കാരണം ഒരെണ്ണം ക്രോസ് പീസാണ്, ചിലപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് വലിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളങ്ങനെ ചെയ്താൽ മതി. കോട്ടണമൊന്നും അങ്ങനെ വലിഞ്ഞു പോകാറില്ല, പിന്നെ ചിലപ്പം ചിലത് വലിഞ്ഞു പോകും. അടുത്ത പീസിന് നമ്മൾ ക്രോസ് എപ്പോഴും അടിയിലിട്ട് വേണം തയ്ക്കാൻ കേട്ടോ. അല്ല സ്ട്രെയിറ്റ് പീസ് നമ്മൾ മുകളിലും വെച്ച് വേണം തയ്ക്കാൻ. അല്ല ക്രോസിൻ്റെ ഇതുണ്ട് എങ്ങനെയൊക്കെ വളഞ്ഞ് നമുക്ക് കാണുമ്പോൾ അറിയാം. ചിലപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ അങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ തോന്നും. ഇത് അപ്പം അത് എല്ലാ പീസും ചേർത്ത് കഴിഞ്ഞ് ലാസ്റ്റിൽ നമ്മൾ ചേർക്കാനുള്ള ഭാഗമാണേ. അവിടെ ചേർത്ത് വെച്ച് തയ്ക്കാൻ. ഒരു 1/2 ഇഞ്ച് വീതിയിട്ട് വേണം തയ്ക്കാനേ. അല്ല ഇത് നൂലുകളൊക്കെ എഴുന്നേൽപ്പുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ഇത് സ്ട്രെയിറ്റ് പീസും ക്രോസ് പീസും ഞാൻ ഇങ്ങോട്ടിട്ട് തയ്ക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് കൈക്ക് ഇവിടെ മൊബൈൽ വീഡിയോ പിടിക്കാൻ വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ക്രോസ് പീസ് ഞാൻ മേളിൽ വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് വലിക്കാതെ ലൂസായിട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്. ഇവിടെ ഓപ്പണായിട്ടുള്ള ഭാഗം വരുവാണ്. ഇത് നമ്മൾ ആദ്യം വരെ കൊണ്ട് തിരിച്ചിട്ട് തയ്ക്കണം. ഈ ഭാഗം ഓപ്പണാണ്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മടക്കി ഇങ്ങനെ തയ്ക്കണം. ഒരു 1/4 ഇഞ്ചോളം, 1/4 ഇഞ്ചും വേണ്ട കേട്ടോ. താഴോട്ട് കൊണ്ടിരുന്നവർ വീതി കുറച്ച് കൊണ്ടുവന്ന്
അല്ല ഇങ്ങനെ തയ്ച്ചെടുക്കാം. അതുപോലെ ഇപ്പുറത്തെ സൈഡും അകത്തേക്കാണ് തയ്ക്കേണ്ടത്. നമ്മളിത് രണ്ടും ഭാഗവും തയ്ച്ചെടുത്തു. ഓക്കെ, നമുക്ക് പടി തയ്ക്കാം. പടി തയ്ക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, ഇവിടെ വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ തയ്ക്കണ്ടേ. അപ്പം ഇത് അകവശമാണ്. ഇതിങ്ങനെ വെച്ച് അകവശത്തു നിന്നാണ് ആദ്യം പടി വെച്ച്. തിരിച്ച് വെച്ചാലും കുഴപ്പമില്ല, ഓരോരുത്തരുടെ സൗകര്യമാണ്. ഇങ്ങനെ വെച്ച് തയ്ച്ച് തുടങ്ങുക. വലിക്കാതെ തയ്യൽ തുമ്പെല്ലാം ഒരു സൈഡിലോട്ട് ആക്കി കൊണ്ടുവേണം തയ്ക്കാൻ. ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഏതെങ്കിലും ഒരു സൈഡിലോട്ട്. ഇവിടെ അതിന് ഇച്ചിരി അധികം തുണിയുണ്ട്, നമ്മളത് കുറച്ചങ്ങ് വെട്ടിക്കളയണം. ഇവിടെ ഇതുപോലെ വന്നിട്ട് അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞു. ഇപ്പം നല്ല പാകമാണ്. നമ്മളിങ്ങനെ മടക്കി തേക്കൂടി ഇങ്ങനെ തയ്ച്ച് പോവാം. വലിക്കാതെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് തയ്ച്ചങ്ങ് പോവാം. എൻ്റെ ഭാഗത്തുള്ള മടക്കി വെച്ച് നമ്മൾ തയ്ച്ചു. ഒന്നുകൂടെ അതിന് ശേഷം ഒരു ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു പ്രഷർ കുട്ടിൻ്റെ ആലത്തിൽ ഒന്നുകൂടെ സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. ഉണ്ട് അവിടെ എല്ലാം അതെല്ലാം തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. നമുക്ക് അടിഭാഗം 1/2 ഇഞ്ചോളം മടക്കിയടിക്കാം. വെച്ച് നമ്മൾ അടിപ്പാവട തയ്ച്ച് കഴിഞ്ഞു. നമ്മൾ തയ്ച്ച് കഴിഞ്ഞ അടിപ്പാവട ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു വള്ളി ഇടും. നമുക്ക് ഇങ്ങനത്തെ വള്ളി റെഡിമെയ്ഡായിട്ട് റോളായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ദെൻ ബൈ.